നമസ്കാരം. ബംഗാൾ ഉൾക്കടലിൽ രൂപം കൊണ്ട മൊൻത ചുഴലിക്കാറ്റ് ഇന്ന് രാത്രിയോടെ ആന്ധ്രാപ്രദേശിൽ കരതൊടും. കരയിൽ 110 കിലോമീറ്റർ വരെ വേഗത്തിൽ കാറ്റ് വീശാനും സാധ്യതയുണ്ട്. ചുഴലിക്കാറ്റ് വടക്ക് പടിഞ്ഞാറൻ ദിശയിൽ നീങ്ങി തുടങ്ങി. ഇന്ന് രാത്രിയോടെ ആന്ധ്രയിൽ കാക്കിനഡയ്ക്ക് സമീപം മച്ചിലിപട്ടണത്തിനും കലിംഗപട്ടണത്തിനും ഇടയിൽ ചുഴലി കരതൊടുമെന്ന് കാലാവസ്ഥാ വിദഗ്ധർ അറിയിച്ചു. സ്ഥിതിഗതി നേരിടാൻ ആന്ധ്രയിൽ തയ്യാറെടുപ്പുകൾ തുടങ്ങി. ചെന്നൈയിലും പരിസര പ്രദേശങ്ങളിലും മഴ ശക്തിപ്പെട്ടു. ഒഡീഷയിലെ തെക്കൻ ജില്ലകളിൽ ആളുകളെ മാറ്റിപ്പാർപ്പിക്കാൻ തുടങ്ങി. ബംഗാളിലും മഴ ശക്തമായി. ചുഴലിക്കാറ്റിനെ നേരിടാനുള്ള തയ്യാറെടുപ്പിലാണ് വിവിധ സംസ്ഥാനങ്ങൾ. അതിശക്തമായ മഴയാണ് വിവിധ സംസ്ഥാനങ്ങളിൽ പെയ്യുന്നത്. അതേസമയം ഇന്ന് കേരളത്തിലും മഴ ശക്തമായി തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. തെക്കൻ ജില്ലകളിൽ അതിശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ട്. കോട്ടയം, ഇടുക്കി, എറണാകുളം, തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ ജില്ലകളിൽ ഇന്ന് യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. അടുത്ത 3 മണിക്കൂറിൽ കേരളത്തിൽ കൊല്ലം, ആലപ്പുഴ, മലപ്പുറം ജില്ലകളിൽ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ഇടിമിന്നലോട് കൂടിയ ഇടത്തരം മഴയ്ക്കും മണിക്കൂറിൽ 50 കിലോമീറ്റർ വരെ വേഗതയിൽ ശക്തമായ കാറ്റിനും സാധ്യതയുണ്ടെന്ന് കാലാവസ്ഥാ വകുപ്പ് അറിയിക്കുന്നു. തിരുവനന്തപുരം, പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി, എറണാകുളം, തൃശൂർ, പാലക്കാട്, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ഇടിമിന്നലോട് കൂടിയ നേരിയ അല്ലെങ്കിൽ ഇടത്തരം മഴയ്ക്കും മണിക്കൂറിൽ 40 കിലോമീറ്റർ വരെ വേഗതയിൽ ശക്തമായ കാറ്റിനും സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. മഴയെ തുടർന്ന് തൃശൂർ ജില്ലയിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ജില്ലാ കളക്ടർ ഇന്ന് അവധി പ്രഖ്യാപിച്ചിരിക്കുകയാണ്. 7 ജില്ലകളിലാണ് ഇന്ന് യെല്ലോ അലേർട്ട്. മൊൻത ചുഴലിക്കാറ്റ് നീങ്ങിയാൽ കേരളത്തിൽ മഴയുടെ ശക്തി കുറയും. വിവിധ ജില്ലകളിൽ ശക്തമായ കാറ്റോടും ഇടിയോടും കൂടിയ മഴയ്ക്കാണ് സാധ്യതയുള്ളത്. കേരള തീരത്ത് മത്സ്യബന്ധനത്തിനുള്ള വിലക്ക് തുടരുകയാണ്. 24 മണിക്കൂറിൽ 64.5 മില്ലിമീറ്റർ മുതൽ 115.5 മില്ലിമീറ്റർ വരെ മഴ ലഭിക്കുന്ന സാഹചര്യത്തെയാണ് ശക്തമായ മഴ എന്നതുകൊണ്ട് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അർത്ഥമാക്കുന്നത്. സംസ്ഥാനത്ത് പല ഇടങ്ങളിലും ഇടിമിന്നലോട് കൂടിയ ശക്തമായ മഴ തുടരുകയുമാണ്. മഴയ്ക്കൊപ്പം മഴക്കെടുതിയും രൂക്ഷമാണ്. അങ്കമാലി മുക്കുന്നൂരിലെ വർക്ക്ഷോപ്പിൽ ജോലി ചെയ്യുന്നതിനിടെ ഇതര സംസ്ഥാന തൊഴിലാളി കഴിഞ്ഞ ദിവസം ഇടിമിന്നലേറ്റ് മരിച്ചിരുന്നു. വെസ്റ്റ് ബംഗാൾ സ്വദേശി കോക്കൻ മിസ്ത്രിയാണ് മരിച്ചത്. കോഴിക്കോട് കണ്ണഞ്ചേരിയിൽ മഴയത്ത് നിയന്ത്രണം വിട്ട് സ്വകാര്യ ബസ് മരത്തിലിടിച്ച് 10 പേർക്ക് പരിക്കേറ്റ സംഭവം റിപ്പോർട്ട് ചെയ്തിരുന്നു. അതേസമയം കോഴിക്കോട് ജില്ലയിൽ ഭാവിയിൽ 52.5% മുതൽ 30.3% വരെ മഴ കുറയുമെന്ന് സെന്റർ ഫോർ വാട്ടർ റിസോഴ്സ് ഡെവലപ്മെന്റ് ആൻഡ് മാനേജ്മെന്റിന്റെ പഠനത്തിൽ പറയുന്നു. ജില്ലാ പഞ്ചായത്ത് ജലവിഭവ വികസന വിനിയോഗ കേന്ദ്രം മുഖേന തയ്യാറാക്കിയ പഠനമാണ് മഴ കുറയുമെന്നും താപനില വർദ്ധിക്കുമെന്നും ചൂണ്ടിക്കാട്ടുന്നത്. തരിശു നിലങ്ങളുടെ വീണ്ടെടുക്കൽ സാധ്യതകൾ, കാലാവസ്ഥാ വ്യതിയാന സാഹചര്യങ്ങളും പൊരുത്തപ്പെടൽ മാർഗങ്ങളും എന്നീ വിഷയങ്ങളെ മുൻനിർത്തിയാണ് ഈ പഠനം നടത്തിയത്. അതേസമയം ശക്തമായ മഴയെ തുടർന്ന് തിരുവനന്തപുരത്തെ തീരദേശ മേഖലയിൽ താഴ്ന്ന പ്രദേശങ്ങളിൽ താമസിക്കുന്ന മത്സ്യത്തൊഴിലാളികളും ആശങ്കയിലാണ്. കോട്ടുകാൽ പഞ്ചായത്തിലെ അടിമലത്തുറ, അമ്പലത്തുമൂല പ്രദേശങ്ങൾ വെള്ളത്തിൽ മുങ്ങിയിരുന്നു. റോഡിൽ വെള്ളം നിറഞ്ഞൊഴുകാൻ തുടങ്ങിയതോടെ റോഡിലെ കുണ്ടും കുഴിയും കാണാനാകാതെ കാൽനട യാത്രക്കാരും ഇരുചക്ര വാഹന യാത്രക്കാരും അപകടത്തിൽപ്പെടുന്നതും പതിവായിട്ടുണ്ട്. ഉയർന്ന പ്രദേശങ്ങളിൽ നിന്ന് ഓടുകളിലൂടെ ഒഴുകിയെത്തിയ മലിനജലമാണ് താഴ്ന്ന പ്രദേശങ്ങളിൽ നിറഞ്ഞത്. നിരവധി വീടുകളിലും വെള്ളം കയറി. ചില വീടുകളിൽ നിന്ന് പുറത്തിറങ്ങാനാകാത്ത സ്ഥിതി തുടരുകയാണെന്ന് പ്രദേശവാസികൾ പറഞ്ഞിരുന്നു. മലിനജലം ദിവസങ്ങളോളം കെട്ടി നിൽക്കുന്നതിനാൽ പകർച്ചവ്യാധി ഭീതിയും നിലനിൽക്കുന്നുണ്ട്. മഴക്കെടുതി തീരദേശത്തെ തീരാ ദുരിതത്തിലാക്കിയിരിക്കുകയാണ്. കാലാവസ്ഥാ വ്യതിയാനത്തെ തുടർന്ന് മത്സ്യബന്ധനത്തിന് കടലിൽ പോകാൻ കഴിയാതായതോടെ തീരദേശവാസികളുടെ ജീവിതവും ദുരിതത്തിലാണ്.